ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദം ലോകം വ്യവസായ വിപ്ലവത്തിന്റെ പാതയിലായിരുന്നു. അക്കാലത്ത് യൂറോപ്പിലെ പ്രശസ്തമായ ഒരു ചെരുപ്പ് നിർമ്മാണ കമ്പനി തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വിപണി സാധ്യതകൾ പഠിക്കാനായി അവർ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനെ അങ്ങോട്ടേക്ക് അയച്ചു. ആഫ്രിക്കയിലെത്തിയ അയാൾ അവിടുത്തെ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും സഞ്ചരിച്ചു. എന്നാൽ തിരിച്ചെത്തിയ അയാൾ നിരാശനായാണ് കമ്പനി ആസ്ഥാനത്ത് റിപ്പോർട്ട് നൽകിയത്. നമ്മളവിടെ യൂണിറ്റ് തുടങ്ങുന്നത് വൻ പരാജയമായിരിക്കും. കാരണം അവിടുത്തെ ജനങ്ങൾ ആരും തന്നെ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അവർക്ക് ചെരുപ്പ് എന്താണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ചെരുപ്പുകൾ അവിടെ ആരും വാങ്ങില്ല. അയാളുടെ വാക്കുകൾ കേട്ട് കമ്പനി ഉടമകൾ ആ പദ്ധതി ഉപേക്ഷിക്കാൻ ഒരുങ്ങി. എന്നാൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി പഠനം നടത്തുവാനായി അവർ ആഫ്രിക്കയിലേക്ക് അയച്ചു. രണ്ടാമത്തെയാൾ ആഫ്രിക്കയിലെത്തി മാസങ്ങളോളം അവിടുത്തെ ജീവിത രീതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തിരികെ എത്തിയ അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ആവേശമായിരുന്നു. അയാൾ റിപ്പോർട്ട് നൽകി, നമ്മുടെ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ആഫ്രിക്കയിലെ ഈ പുതിയ യൂണിറ്റ്. അവിടെ ആരും ഇതുവരെ ചെരുപ്പ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ വ്യക്തിയും നമ്മുടെ ഭാവി ഉപഭോക്താക്കളാണ്. നമുക്കവിടെ പുതിയൊരു വിപണി തന്നെ സൃഷ്ടിച്ചെടുക്കാം. ഒരേ സാഹചര്യം കണ്ട 2 പേര് തികച്ചും വ്യത്യസ്തങ്ങളായ 2 നിഗമനങ്ങളിൽ എത്തി. ആദ്യത്തെയാൾ കണ്ടത് പ്രതിസന്ധിയാണെങ്കിൽ രണ്ടാമത്തെയാൾ കണ്ടത് അനന്തമായ സാധ്യതയായിരുന്നു. നാം കാണുന്ന കാര്യങ്ങളിലല്ല, മറിച്ച് അവയെ നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഒരാൾ ശൂന്യമെന്ന് കണ്ട് തള്ളിക്കളയുന്നിടം മറ്റൊരാൾക്ക് പുതിയ സ്വപ്നങ്ങൾ നിറയ്ക്കാനുള്ള അവസരമാണ്. നമ്മുടെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് സാഹചര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. ചിന്തകൾ മാറുമ്പോൾ ലോകം മാറുന്നു. നിഷേധാത്മകമായ ചിന്തകളെ വെടിഞ്ഞ് ശുഭാപ്തി വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് വളർച്ചയുടെ ആദ്യപടി. ഫിലിപ്പിയർ 4:8 പൗലോസ്ലീഹ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: സഹോദരന്മാരെ, സത്യമായതൊക്കെയും മാന്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയുള്ളതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ ഉള്ളതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ മനസ്സ് എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. നന്മയെയും നീതിയെയും പ്രത്യാശയെയും കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനെ പുതിയ സാധ്യതകളിലേക്ക് നയിക്കും. പുതിയൊരു വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുമ്പോൾ നിരാശയുടെ പഴയ കണ്ണറകൾ മാറ്റി പ്രത്യാശയുടെ പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് സ്വീകരിക്കാം. പ്രതിസന്ധികളെ വഴിയിലെ തടസ്സങ്ങളായല്ല, മറിച്ച് ഉയരങ്ങളിലേക്കുള്ള പടവുകളായി കാണാൻ നമുക്ക് സാധിക്കണം. സത്യവും നീതിയും നന്മയും നിറഞ്ഞ ചിന്തകളിലൂടെ നമുക്ക് പുതിയ സാധ്യതകൾ തേടാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധപ്പോ, ഇനി